ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം. മുന്തിരിച്ചെടിയും ശാഖകളും. പിതാവായ ദൈവത്തെ ഒരു കൃഷിക്കാരനായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ബൈബിളിൽ പലയിടങ്ങളിൽ ദൈവം ഒരു കൃഷിക്കാരനായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യം, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് നിന്നെ ഞാൻ നട്ടത്, പിന്നെ എങ്ങനെ നീ ദുഷിച്ച കാട്ടുമുന്തിരിയായി തീർന്നു. സങ്കീർത്തന പുസ്തകം 80-ാം അധ്യായത്തിലും മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇത് മറ്റാരെക്കുറിച്ചുമല്ല, ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ്. തൻ്റെ വാഗ്ദാനപ്രകാരം ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് എല്ലാ അനുഗ്രഹങ്ങളും നൽകി വഴി നടത്തിയ ഇസ്രായേൽ ജനം, പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ജീവിതം മുന്നോട്ട് നയിക്കുവാനോ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനോ പലപ്പോഴും അവർക്ക് സാധിച്ചില്ല. ഇവിടെയാണ് ഈശോ പുതിയ നിയമത്തിൽ നമ്മോട് പറയുന്നത്, ഐ ആം ദ ട്രൂ വൈൻ, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണ്, എൻ്റെ പിതാവ് തന്നെയാണ് കൃഷിക്കാരൻ, നിങ്ങൾ ഓരോരുത്തരും ശാഖകളാണ്. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് മുന്തിരിച്ചെടിയായ ഈശോയോട് ചേർന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനാണ്. മറിച്ചാണെങ്കിൽ കൃഷിക്കാരനായ പിതാവ് നമ്മെ വെട്ടിമാറ്റിയേക്കാം. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ ചില സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. കാട്ടിൽ വളരുന്ന മുളന്തണ്ട് പഴുപ്പിച്ച കമ്പി കൊണ്ട് ദ്വാരങ്ങൾ തീർക്കുമ്പോഴാണ് കാതിന് ഇമ്പമുള്ള പുല്ലാങ്കുഴലായിത്തീരുന്നത്. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുമ്പോഴാണ് അതിന് മൂല്യമേറുന്നത്. ദൈവം നമുക്ക് സഹനങ്ങൾ നൽകുന്നു. അത് യഥാർത്ഥത്തിൽ ശരിയായ മൂല്യമുള്ള നമ്മെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. മലയാളത്തിലെ പ്രശസ്തനായ കവി കെ കേശവപിള്ളയുടെ വരികൾ ഇങ്ങനെയാണ്: പരിശ്രമം ചെയ്യുകിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലായി സതീശൻ. ദൈവം നമുക്ക് വ്യത്യസ്തമായ ജീവിത രീതികളിൽ വ്യത്യസ്തമായ കഴിവുകൾ നൽകിയിട്ടുണ്ട്, ഒപ്പം സ്വാതന്ത്ര്യവും. നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നല്ല ഫലം പുറപ്പെടുവിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അതുവഴി കൃഷിക്കാരനായ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.